ടൂറിസത്തിന് അനന്ത സാധ്യതയുള്ള ജില്ലയാണ് വയനാട്ടിലേക്ക് കയറുകയാണ്. ഇന്ന് വയനാട് ജില്ലയിലാണ് നിരവധി പരിപാടികൾ. മാനന്തവാടി, ബത്തേരിയിലൊരു ടൂറിസം ഗസ്റ്റ് ഹൗസ് ഇന്ന് ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്ന നിലയിലേക്ക് മാറുകയാണ്. റോഡുകളുടെ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം വലിയ പരിഗണനയാണ് വയനാട് ടൂറിസം ഭാഗമായി വയനാടിൻ്റെ ചില പ്രത്യേക സാധ്യതകളെ ഉപയോഗപ്പെടുത്താനുള്ള ചില പദ്ധതികൾ ആവിഷ്കരിച്ചു. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം എത്തുന്നതിനേക്കാൾ വയനാട്ടുകാർ കർണാടകയുടെ തലസ്ഥാനത്ത് ബാംഗ്ലൂരാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് പ്രധാനപ്പെട്ട IT ബാംഗ്ലൂരിലാകെയുള്ള ഇന്ത്യയിലെ വിവിധ ഭാഗത്ത് ജനിച്ച് അവിടെ പഠിച്ച് ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്ന IT മേഖലയിലുള്ളവരെ വയനാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള പ്രത്യേക പദ്ധതി ബാംഗ്ലൂരിലെ സിനിമാ തിയേറ്ററുകളിൽ സ്ലൈഡുകൾ വയനാട് ടൂറിസത്തെക്കുറിച്ച് യാതൊരുമായി, ബാംഗ്ലൂരിലെ ദിനപത്രങ്ങളിൽ വയനാട് ടൂറിസത്തെക്കുറിച്ച് വലിയ നിലയിലേക്കുള്ള പരസ്യങ്ങൾ, ബാംഗ്ലൂരിലെ FM റേഡിയോകൾ വയനാട് ടൂറിസത്തെക്കുറിച്ചുള്ള അങ്ങനെ ബാംഗ്ലൂരാകെ വയനാട്ടിലേക്ക് വരുന്ന ഒരു സ്ഥിതി പൊതുവെ കാണാൻ സാധിച്ചു. സഞ്ചാരികളുടെ എണ്ണം വയനാട് ജില്ല രൂപം കൊണ്ടതിന് ശേഷം സർവ്വകാല റെക്കോർഡിലെത്തി. വിദേശ സഞ്ചാരികളും വയനാട്ടിലേക്ക് വലിയ നിലയിൽ കോവിഡിന് ശേഷം വന്നു തുടങ്ങുന്ന സ്ഥിതിയുണ്ടായി. നമ്മളെയൊക്കെ വല്ലാതെ വേദനിപ്പിച്ച ചൂരൽമല ദുരന്തം പിന്നീട് പുറത്തേക്ക് നടന്ന പ്രചരണം വയനാട് ദുരന്തം വയനാട്ടിലാകെ എന്തോ കുഴപ്പമാണെന്നുള്ള ഒരു തെറ്റായ വാർത്ത അതിൻ്റെ ഭാഗമായി പ്രചരിപ്പിക്കപ്പെട്ടു. ടൂറിസ്റ്റുകൾ വയനാട്ടിലേക്ക് വരുന്നതിനൊന്ന് ഭയപ്പെടുന്നു. ഇത് കണ്ട് തന്നെ വലിയൊരു ക്യാമ്പയിൻ എൻ്റെ കേരളം വയനാട്ടിലേക്ക് വിവിധ ഭാഗങ്ങളിൽ, നമ്മുടെ രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരെ കൊണ്ടുവന്നു അവരെ വെച്ചുകൊണ്ട് വയനാടിൻ്റെ ടൂറിസം സാധ്യത, വയനാടിൻ്റെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഇവയൊക്കെ പ്രചരിപ്പിക്കുന്ന സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ സമൂഹം വലിയ നിലയിൽ അത് ഏറ്റെടുത്തു. സഞ്ചാരികൾ പഴയതുപോലെ വീണ്ടും വയനാട്ടിലേക്ക് വരുന്ന സ്ഥിതി ഉണ്ടായി. വയനാട്ടിലിപ്പോൾ റിസോർട്ടൊക്കെ പൂർണ്ണമായും ബുക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. സഞ്ചാരികളുടെ ഒഴുക്ക് മനോഹരമായ സ്ഥലമാണ് വയനാട് ടൂറിസത്തെ വികസിപ്പിക്കാൻ ഇനിയും നമുക്ക് സാധിക്കും. അങ്ങനെ വികസിപ്പിച്ചാൽ നമുക്ക് കേരള ടൂറിസത്തിനൊരു വലിയ കുതിപ്പിന് കാരണമായി മാറും. ഇപ്പോൾ ഈ ബാംഗ്ലൂർ IT ഹബിൽ ഒക്കെയുള്ള IT മേഖലയിലുള്ളവരൊക്കെ തന്നെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലുള്ളവരാണ്. അവരൊക്കെ വയനാട്ടിൽ വരുമ്പോൾ വയനാടിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ക്യാമ്പയിൻ നടത്തുന്നു. അതിൻ്റെ ഭാഗമായി അവരുടെ ബന്ധുക്കൾ, അവരുടെ നാട്ടിലുള്ള ആളുകൾ മറ്റ് സ്റ്റേറ്റിൽ വയനാടിൻ്റെ അനന്ത സാധ്യതയെ നമുക്ക് ഇനിയും ഫലപ്രദമായി ഉപയോഗപ്പെടുത്താം. വയനാട്ടിലെ റോഡുകളെ മികച്ച റോഡുകളാക്കി മാറ്റാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ബഹുമാന്യനായ ശ്രീ നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ ഞങ്ങളൊരു പ്രപ്പോസൽ മുന്നോട്ട് വെച്ചു. അദ്ദേഹം വളരെ പോസിറ്റീവായി അത് എടുത്തിട്ടുണ്ട്. അങ്ങനെ വയനാടിൻ്റെ പശ്ചാത്തല വികസനത്തെ എങ്ങനെ നമുക്ക് നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാകുമെന്നുള്ളത് വയനാടിൻ്റെ ടൂറിസ്റ്റ് സാധ്യതയെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താം. അത്ര മനോഹരമാണ്. എല്ലാവരും വയനാട് സന്ദർശിക്കണം, വയനാട് കാണണം, വയനാട് ആസ്വദിക്കണം. വയനാട്ടിലെ ജനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം. കാരണം ചൂരൽമല ദുരന്തം സൃഷ്ടിച്ച ഒരു ആഘാതമുണ്ട്. അതിൻ്റെ ഭാഗമായി വയനാട് ദുരന്തം എന്ന് പറഞ്ഞ പ്രചരണത്തിൻ്റെ ഭാഗമായി വയനാട്ടിലേക്ക് വരുന്ന സഞ്ചാരികളുടെ എണ്ണം നേരത്തെ കുറഞ്ഞിരുന്നു. പിന്നെ അത് സർവേക്ക് വരാൻ പറ്റി. വയനാട്ടിലെ തേൻനെല്ലിക്ക കച്ചവടക്കാർ മുതൽ എല്ലാ മേഖലയിലുള്ളവരുടെയും ജീവിതം ടൂറിസവുമായി ബന്ധപ്പെട്ടുകൂടി കിടക്കുന്നതാണ്. നമ്മളെല്ലാവരും വയനാടിന് വേണ്ടി, കേരളത്തിന് വേണ്ടി